പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് ഭാവിയിൽ അപകടം വരുത്തി വയ്ക്കുമെന്നും പ്രതിപക്ഷം കൊടുത്ത മുന്നറിയിപ്പ് ഇന്ന് സുപ്രീം കോടതി ശരിവച്ചിരിക്കുകയാണ്. മാത്രമല്ല, നവകേരള സദസ്സിലുടനീളം മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രചരിപ്പിച്ചത് കേന്ദ്ര സർക്കാരിൽ നിന്ന് 56,700 കോടി രൂപ കിട്ടാനുണ്ട്. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് സുപ്രീം കോടതിയിൽ പോയിരിക്കുന്നതെന്നാണ്. എന്നാൽ കേന്ദ്രത്തിൽ നിന്ന് 56,700 കോടി രൂപ കിട്ടാനുണ്ട് എന്നുള്ള ഒരു വാദമുഖവും സുപ്രീം കോടതിയിൽ കേരള ഗവൺമെൻറ് അവതരിപ്പിച്ചിട്ടില്ല. കടമെടുക്കാനുള്ള പരിധി മാറ്റണം, കടമെടുക്കാനുള്ള പരിധിയിൽ സംസ്ഥാനത്തിനാണ് അവകാശം കൊടുക്കേണ്ടത് എന്നുള്ള വാദമുഖമാണ് സുപ്രീം കോടതിയിൽ കേരളം ഉന്നയിച്ചത്. 4 ലക്ഷം കോടി രൂപയിലേക്ക് പൊതുകടത്തിലേക്ക് കൂപ്പുകുത്തുന്ന കേരളം ഇതുവരെ എടുത്തിരിക്കുന്ന കടമെടുപ്പ് തന്നെ അപകടകരമായ രീതിയിലുള്ള കടമെടുപ്പാണ് എന്ന് വിലയിരുത്തപ്പെട്ടിരിക്കുന്ന കേരളം വീണ്ടും കടമെടുത്താലുള്ള അവസ്ഥ എന്താവും? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒന്നാം ഇടതുമുന്നണി മന്ത്രിസഭ 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ ധനകാര്യ മിസ്മാനേജ്മെൻ്റാണ് കേരളത്തിൻ്റെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട കാരണം എന്ന പ്രതിപക്ഷത്തിൻ്റെ വാദമാണ് സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നത്. ഇപ്പോൾ പത്തനംതിട്ടയുടെ മുഖച്ഛായ മാറ്റം എന്നാണ് പത്തനംതിട്ടയിൽ മത്സരിക്കുന്ന ഇടത് സ്ഥാനാർത്ഥി മുൻ ധനകാര്യമന്ത്രി പറയുന്നത്. കേരളത്തിൻ്റെ ഷേപ്പ് മാറ്റിയ ആളാണ് അദ്ദേഹം. കേരളത്തിൻ്റെ ഷേപ്പ് മാറ്റിയ മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഇപ്പോൾ പത്തനംതിട്ടയുടെ മുഖച്ഛായ മാറ്റാൻ വന്നിരിക്കുകയാണ്. ഏറ്റവും അപകടകരമായ രീതിയിൽ സംസ്ഥാനത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിൻ്റെ മുഖ്യ ഉത്തരവാദി അന്നത്തെ ധനകാര്യമന്ത്രിയാണ്. അതിനുശേഷം ഈ അപകടത്തിൽ നിന്ന് തിരിച്ച് കരകയറാനുള്ള ഒരു ശ്രമവും ഈ രണ്ടാമത്തെ ഇടതുമുന്നണി മന്ത്രിസഭ നടപ്പാക്കിയില്ല. ഇപ്പോഴും സംസ്ഥാന ഗവൺമെൻറ് ഈ ധനകാര്യ മാനേജ്മെൻറ്റ് പാലിക്കുന്നതിൽ പരാജയപ്പെടുന്നു. ഞാൻ പറഞ്ഞതുപോലെ നികുതി പിരിവിൽ പരാജയപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ദുർച്ചെലവ് നിയന്ത്രിക്കുന്നതിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പത്തനംതിട്ടയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. പ്രതിപക്ഷത്തിന്റെ നിലപാട് സുപ്രീം കോടതി ശരിവച്ചിരിക്കുന്നു കേരളത്തിന്റെ സാമ്പത്തിക കെടുകാര്യസ്ഥതയുമായി ബന്ധപ്പെട്ട വിഷയത്തിലെന്നാണ് വി ഡി സതീശൻ പറയുന്നത്. കേന്ദ്രത്തിൽ നിന്ന് 56,700 കോടി കിട്ടാനുണ്ട് എന്നായിരുന്നു കേരളത്തിന്റെ അവകാശവാദം. ഇതടക്കം ഒരു വാദഗതിയും സുപ്രീം കോടതിയിൽ കേരളം അവതരിപ്പിച്ചിട്ടില്ല എന്നും സതീശൻ പറയുന്നു. സതീശന്റെ വാക്കുകളിലേക്ക് വീണ്ടും. പൂട്ടാൻ പോകുന്നു, വൈദ്യുതി ബോർഡ് പ്രതിസന്ധിയിലായി, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ പ്രതിസന്ധിയിലായി. കേരളം ഇതുവരെ കാണാത്ത തരത്തിൽ പദ്ധതി ചെലവ് ഇന്ന് ഏപ്രിൽ 2-ാം തീയതിയാണ്. മാർച്ച് 31-ാം തീയതി പൂർത്തിയായപ്പോൾ കേരളത്തിൻ്റെ പദ്ധതി ചെലവ് 65% കണക്കിൽ. 50% പോലും പദ്ധതി ചെലവില്ല, ബാക്കി ബുക്ക് അഡ്ജസ്റ്റ്മെൻറ്റാണ്. കേരള ചരിത്രത്തിലെ ഏറ്റവും മോശം പദ്ധതി ചെലവാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും മൗനം പാലിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കഴുത്ത് ഞെരിച്ചു കൊന്നു. 50% പോലും പണം അവർക്ക് കൊടുത്തിട്ടില്ല. 1-ാം ഗഡു മാത്രമാണ് യഥാർത്ഥത്തിൽ കൊടുത്തത്. 2-ാം ഗഡു കൊടുത്തത് 4 മാസം വൈകിയാണ്. പൈസ കൊടുക്കുകയും ഒപ്പം ട്രഷറി ബാൻ ഏർപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ അവർക്ക് ചിലവാക്കാൻ പറ്റിയില്ല. 3-ാം ഗഡു കൊടുത്തത് എല്ലാ കാലാവധിക്കും ശേഷമാണ് 3-ാം ഗഡു കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സ്ഥിതിയാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്, അപകടകരമായ സ്ഥിതി. ഒറ്റ പോയിൻ്റാണ് അത്. 293(2) വകുപ്പ് അനുസരിച്ച് കേന്ദ്രത്തിന് അധികാരമില്ല, അതുകൊണ്ട് കൂടുതൽ കടമെടുക്കാൻ കേരളത്തെ അനുവദിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഇതുവരെ കോടതിയിൽ വരാത്തൊരു കേസായതുകൊണ്ട് അവർ ഭരണഘടനാ ബെഞ്ചിന് വിട്ടുവെന്ന് മാത്രമേ ഉള്ളൂ. അത് അനുവദിച്ചാലുള്ള സ്ഥിതി എന്താ? എൻ്റെ ചോദ്യം അതാണ്. അല്ല, സർക്കാരിന് തിരിച്ചടി, സർക്കാർ എന്ത് നേട്ടം ഉണ്ടായത്? ഇപ്പോൾ പോയിട്ട് എന്താ ഞാൻ പറഞ്ഞ പൂർത്തിയാക്കാൻ സമ്മതിക്കാം. ഞാൻ പൂർത്തിയാക്കട്ടെ. ഞാൻ പറഞ്ഞത് ഇനി ഭരണഘടനാ ബെഞ്ചിൽ പോയി കേരളത്തോട് കൂടുതൽ കടമെടുക്കാൻ പറഞ്ഞെന്ന് വിചാരിച്ചിരിക്കും. കേരളം എവിടെ എത്തി? എന്തായിരിക്കും അതിൻ്റെ ഔട്ട്കം? എന്തായിരിക്കും? 4 ലക്ഷം കോടി രൂപയിലേക്ക് കേരളത്തിൻ്റെ പൊതുകട എത്തിയിരിക്കുകയാണ്. അതായത് കടമെടുപ്പിൻ്റെ പരിധിയും കഴിഞ്ഞ് കേരളം കടമെടുത്തു എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇനിയും കടമെടുക്കാൻ അനുവദിച്ചാൽ കേരളത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഇത് അനുവദിച്ചാലുള്ള സ്ഥിതി എന്തായിരിക്കും? അതല്ലല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ചോദിച്ച ഇൻ്ററീം ഇഞ്ചക്ഷൻ കൊടുത്തില്ലല്ലോ, ഒന്നും അനുവദിച്ചില്ലല്ലോ. സ്ഥിതി അടുത്ത വർഷം എടുക്കാനുള്ള അടുത്ത വർഷം കടമെടുപ്പ് എത്രയുണ്ട്?
36,000 കോടി രൂപയാണ് എടുക്കാനുള്ളത്. അതിൽ 15,000 കോടി രൂപ എടുത്തു കഴിഞ്ഞു ഈ വർഷം തന്നെ, അടുത്ത വർഷത്തേക്കുള്ളത്. അതുപോലെ കിഫ്ബിക്ക് വേണ്ടി കടമെടുത്തത്, ബജറ്റിന് പുറത്ത് കടമെടുത്തത് ഈ കടമെടുപ്പ് പരിധിയിൽപ്പെടും. അപ്പോൾ വീണ്ടും 4,000 പോയി. അവസാനം വരുമ്പോൾ അടുത്ത 9 മാസത്തേക്ക് 6,600 കോടി രൂപ മാത്രം എടുക്കാവുന്ന സ്ഥിതിയിലേക്ക് കേരളം പോവുകയാണ്. ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക്. കടമെടുത്തു കഴിഞ്ഞാൽ കടം തിരിച്ചടയ്ക്കണ്ടേ? കടം തിരിച്ചടയ്ക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ബോണ്ട് എടുത്തു, കിഫ്ബി ബോണ്ട് 9.72% പലിശയ്ക്ക് എടുത്തിട്ട് 6% പലിശയ്ക്ക് ഇവിടെ വേറെ ബാങ്കിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. അതിപ്പോൾ തിരിച്ചടച്ചു 6%. ഇതാണ് മിസ്മാനേജ്മെൻറ്റ്. എത്ര കോടി രൂപ നഷ്ടപ്പെട്ട അതിലൂടെ. ലോകത്തിലെ ഫിനാൻസ് മാർക്കറ്റിൽ, ഇന്ത്യൻ ഫിനാൻസ് മാർക്കറ്റിൽ കുറഞ്ഞ പലിശയ്ക്ക് കടം കിട്ടുന്ന സ്ഥിതി വന്നപ്പോൾ അതെടുക്കാതെയാണ് അന്നത്തെ ധനകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അന്നത്തെ ഗവൺമെൻറ് ഈ ബോണ്ട് എടുക്കാൻ പോയത്, മസാല ബോണ്ട് എടുക്കാൻ പോയത്. 9.72% പലിശയ്ക്ക് ലോകത്താരയിൽ എടുക്കുമോ? ഞങ്ങളന്ന് അതിനെ എതിർത്താണ്. ഇന്ത്യയിൽ തന്നെ കുറഞ്ഞ പലിശയ്ക്ക് കിട്ടുമായിരുന്നു, ബോണ്ട് കിട്ടുമായിരുന്നു. റിസർവ് ബാങ്കിന്റെ കേരളം വടികൊടുത്ത് അടിവാങ്ങി എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്.